വെൽക്കം ടു വരാന്തറേസ് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ശ്രുതി. സോ നമ്മൾ ഇന്ന് നോക്കുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ്. ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും, അതിപ്പോൾ SSC ആണെങ്കിലും റെയിൽവേ, ബാങ്ക്, PSC അങ്ങനെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു സെഷനാണ് ഈ ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഫെബ്രുവരി മന്തിൻ്റെ ആയിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫെബ്രുവരി 14, അതായത് നമ്മുടെ വാലന്റൈൻസ് ഡേയുടെ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് കാണുന്നത്. വാലന്റൈൻസ് ഡേ ആയ ഫെബ്രുവരി 14 എന്തെല്ലാം നാഷണൽ ന്യൂസ് ഉണ്ട്, എന്തൊക്കെ അപ്പോയിൻമെൻ്റ് ഉണ്ട്, എന്തൊക്കെ സ്പോർട്സ് ന്യൂസ് ഉണ്ട്, പിന്നെ അങ്ങനത്തെ എല്ലാ സ്റ്റേറ്റ് ന്യൂസൊക്കെ എന്തൊക്കെയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇന്ന് ഈ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാ എക്സാമിനും എല്ലാ ഏരിയയും കവർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോ നമ്മൾ ഇറക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഈ വീഡിയോ കറക്റ്റായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നോട്ട്സ് നിങ്ങൾ തന്നെ നോട്ട് എഴുതി പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് എക്സാമും കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട, ഏത് എക്സാമും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കണ്ടൻറ്റിനകത്തുനിന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഓക്കെ, നിങ്ങൾ പഠിച്ചത് എഫക്റ്റീവായിട്ടാണോ, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണോ എന്നൊക്കെ ഉള്ള നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കേട്ടോ. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. വിച്ച് ഓർഗനൈസേഷൻ അലോങ് വിത്ത് ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ്, അതായത് ONDC, introduced the DigiReady certification portal in February 2024. അതായത് ഏത് ഓർഗനൈസേഷനാണ് ONDCയുമായിട്ട് ചേർന്നിട്ട് DigiReady സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർട്ടൽ ഫെബ്രുവരി 2024 ലോഞ്ച് ചെയ്ത് അല്ലെങ്കിൽ അൺവീൽ ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണെന്ന് പഠിച്ചവർക്കറിയാം, ഓപ്ഷൻസ് കാണുമ്പോഴേ അറിയാം. എന്താണ് ഓപ്ഷൻ നമ്പർ D, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, അതിൻ്റെ പ്രസിഡൻ്റ് ആണ് ജഗ്സേയ് ഷാ എന്നാണ് പേര്. ഈ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആണ് ജഗ്സേയ് ഷാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മിനിസ്ട്രി ഹാസ് റീസെൻ്റ്ലി ലോഞ്ച്ഡ് അപാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർട്ടലിലായിരുന്നു നമ്മൾ പറഞ്ഞായിരുന്നു. അത് അപാർ എന്ന് പറഞ്ഞിട്ടുള്ളത് റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തത് ഏത് മിനിസ്ട്രിയാണ്? ഓക്കെ, അപാറിൻ്റെ ഫുൾ ഫോം ഞാൻ പറയാം. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് നോക്കാം. ഓട്ടോമേറ്റഡ് പെർമനൻറ്റ് അക്കാഡമിക് ഓക്കെ, അപ്പാറിൻ്റെ ഫുൾ ഫോം ആണ് ഓട്ടോമേറ്റഡ് പെർമനൻറ്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ രജിസ്ട്രി. ഇതാണ് അപ്പാർ എന്ന് പറയുന്നത്. ഓക്കെ, ABC എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ അല്ലെങ്കിൽ ABC പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു അപാർ ID കിട്ടും. ഓക്കെ, എന്തിനായിരുന്നു? സ്റ്റുഡൻസിന് ഓരോ ഹയർ എഡ്യൂക്കേഷനിൽ പോകുമ്പോഴും അവരുടെ ഡേറ്റാസ് അല്ലേ, അവർ ഏതൊക്കെ കോഴ്സസ് പഠിച്ചു, എന്തൊക്കെയായിരുന്നു അവരുടെ മാർക്ക്, അവരുടെ അച്ചീവ്മെൻറ്റ്സ് എന്തെല്ലാമാണ്, അങ്ങനെയെല്ലാം അവർക്കൊരു ID കൊടുത്തിട്ട് അവരുടെ എൻറ്റയർ ലൈഫിൽ അവർ അച്ചീവ് ചെയ്തിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും ഗ്രേഡ്സും എല്ലാം ഈ ഒരു ID നോക്കുവാണെങ്കിൽ അതിനകത്ത് തന്നെ സേവ്ഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ അപാർ ID എന്ന് പറയുന്നത്. ABC അതായത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ എല്ലാ സ്റ്റുഡൻസിനും ഈ അപാർ ID കിട്ടും. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് ഏത് മിനിസ്ട്രി ആയിരിക്കും? മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ്റെ യൂണിയൻ മിനിസ്റ്റർ എല്ലാവർക്കും അറിയാമല്ലോ, ധർമ്മേന്ദ്ര പ്രധാൻ ആണ് അതിൻ്റെ യൂണിയൻ മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? EDCL വിദ്യാഞ്ജലി സ്കോളർഷിപ്പ് പ്രോഗ്രാം എന്നൊക്കെ JNVയിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടായിരുന്നു. അവർക്ക് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടായിരുന്നു ആ സ്കോളർഷിപ്പ് പ്രോഗ്രാം. അതിൻ്റെ പേര് ഓർമ്മയുണ്ടല്ലോ, EDCIL വിദ്യാഞ്ജലി സ്കോളർഷിപ്പ് പ്രോഗ്രാം. ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു ഈ സ്കീം അവർ ഇറക്കിയിട്ടുള്ളത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു റീസെൻ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ മിനിസ്ട്രി റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ന്യൂസുകളൊക്കെ. ഓക്കെ, അടുത്ത് നോക്കാം. ഇൻ വിച്ച് സിറ്റി ദ സെക്കൻഡ് എഡിഷൻ ഓഫ് വേൾഡ് ഡിഫൻസ് ഷോ
രണ്ടാമത്തെ എഡിഷൻ ആയിരുന്നു വേൾഡ് ഡിഫൻസ് ഷോ. രണ്ടാമത്തെ എഡിഷൻ നടന്നത് ഫെബ്രുവരി 2024 നടന്നത് ഏത് സിറ്റിയിലാണ് അല്ലെങ്കിൽ എവിടാണ് വേൾഡ് ഡിഫൻസ് ഷോ നടന്നത്? ഇത് എക്സാമിന് ഷുവറായിട്ട് ചോദിക്കും. SSCക്കും റെയിൽവേക്കും ഒക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഈ വർഷത്തെ ഏതെങ്കിലും ഒരു എക്സാമിന് ഈ ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ചോദിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരുന്നു? സൗദി അറേബ്യയിലെ റിയാദിലാണ് നടന്നിട്ടുള്ളത്. സെക്കൻഡ് എഡിഷനാണ് വേൾഡ് ഡിഫൻസ് ഷോയുടെ സെക്കൻഡ് എഡിഷൻ ആയിരുന്നു. ഇനി തീം ഓർമ്മയുണ്ടോ? equipped for tomorrow. equipped for tomorrow എന്നായിരുന്നു. ഓക്കെ, അടുത്ത which company has recently partnered with the Hong Kong അതായത് HSBC to offer financial support and technological resources to fast growing climate technology firms? HSBCയും പിന്നെ അതുപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോമും കൂടെ ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്തിനായിരുന്നു? ക്ലൈമറ്റ് ചേഞ്ചിങ്, ഫാസ്റ്റ് ഗ്രോയിങ് ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഇതിന് ആൻസർ ആയിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോം കുറച്ച് ടെക് കമ്പനീസിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യും. ഓക്കെ, റിക്രൂട്ട് ചെയ്യും. അവരായിരിക്കും ഈ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടെക്നോളജീസും കുറേ കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവരും. അതിനു വേണ്ടി കൊടുക്കുന്ന ഫണ്ട് കൊടുക്കുന്ന ബാങ്ക് HSBC ആണ്, ഹോങ്കോങ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ. ഏകദേശം $1 ബില്യൺ ആണ് ഇതിന് വേണ്ടിയിട്ട് അവർ സാങ്ഷൻ ചെയ്ത ഫണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഏത് പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന പദ്ധതിയിൽ HSBCയുമായിട്ട് സൈനപ്പ് ചെയ്തതെന്നാണ് ചോദിച്ചേക്കുന്നത്? ഏതായിരുന്നു? ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം ആയിരുന്നു. ഓക്കെ, ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഗൂഗിൾ ക്ലൗഡ് സസ്റ്റൈനബിലിറ്റി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം. അത് 2030 ഈ പ്രോഗ്രാം നടക്കുന്നത്. ഈ പ്രോഗ്രാമിനോടനുബന്ധിച്ച് തന്നെ അവർ കുറച്ച് ടെക് കമ്പനീസൊക്കെ റിക്രൂട്ട് ചെയ്യും, സെലക്ട് ചെയ്യും കുറച്ച് ടെക് കമ്പനീസിനെയൊക്കെ. ഓക്കെ, ഗൂഗിൾ ക്ലൗഡ് സസ്റ്റൈനബിലിറ്റി പ്രോഗ്രാം 2030 നടക്കാൻ പോകുന്നത്. ഈ പ്രോഗ്രാമിൽ അവർ സെലക്ട് ചെയ്യുന്ന ടെക് കമ്പനീസിനൊക്കെ വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്നതാണ് നമ്മളുടെ HSBC ബാങ്ക്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ടെക് കമ്പനീസിനെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത്? ഫാസ്റ്റ് ഗ്രോയിങ് ക്ലൈമറ്റ് ടെക്നോളജീസൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ബാങ്ക് എക്സാമിന് ഷുവറായിട്ട് ചോദിക്കും. സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ഹൈക്ക് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് EPF എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റീസെൻ്റായിട്ട് സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ്. ഓക്കെ, 8.15% ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ അത് എത്ര പെർസെൻറ്റേജ് ആയിട്ടുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓർമ്മയുണ്ടോ? 8.15% ആയിരുന്നു നേരത്തെ നമ്മളുടെ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അവർ കൂട്ടിയിട്ട് എത്രയായി? 8 അറിയാവോ? 8.25%. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. 8.25% ആണ് ഇപ്പം നിലവിൽ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് February 2024 Alexander Stubb പേര് ഓർത്തിരിക്കുക. Alexander Stubb was elected as the 13th president. 13th പ്രസിഡന്റ് ആയിരുന്നു. ഏത് രാജ്യത്തിൻ്റെ? 2024 ഫെബ്രുവരിയിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് നമ്മൾ പഠിച്ചായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ 13ാമത്തെ പ്രസിഡൻ്റായിട്ട് അലക്സാണ്ടർ സ്റ്റബിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏത് രാജ്യമായിരുന്നു? ഫിൻലാൻഡ്. ഓക്കെ, ഫിൻലാൻഡ്. ഓക്കെ, മറക്കരുത്. അദ്ദേഹം 13ാമത്തെ പ്രസിഡൻ്റ് ആയിരുന്നു. അദ്ദേഹം അലക്സാണ്ടർ സ്റ്റബ് എന്ന് പറയുന്ന ഫിൻലാൻഡിൻ്റെ പ്രൈം മിനിസ്റ്റർ കൂടിയായിരുന്നു പണ്ട്. ഇപ്പോൾ ആണ് 13ാമത്തെ പ്രസിഡൻ്റ് ആയത്. ആരെ തോൽപ്പിച്ചിട്ടായിരുന്നു, ആരെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് ഈ ഇലക്ഷനിൽ അദ്ദേഹം ജയിച്ചത്? പെക്ക ഹെവിസ്റ്റോ. ഇദ്ദേഹത്തിൻ്റെ പാർട്ടി ഏതായിരുന്നു? നാഷണൽ കോയലീഷൻ പാർട്ടി, NCP. ഓക്കെ, നാഷണൽ കോയലീഷൻ പാർട്ടിയെ പ്രതിനിധീകരിച്ചിട്ടായിരുന്നു അലക്സാണ്ടർ സ്റ്റബ് പെക്ക ഹെവിസ്റ്റോനെ ഈ ഇലക്ഷനിൽ തോൽപ്പിച്ചത്. ഇനി ആരെ സക്സീഡ് ചെയ്തിട്ടാണ് ഈ പറയുന്ന അലക്സാണ്ടർ സ്റ്റബ് വന്നത്? ഓർമ്മയുണ്ടോ? സൗലി നിനിസ്റ്റോ. ഓക്കെ, സൗലി നിനിസ്റ്റോ ആയിരുന്നു 12ാമത്തെ പ്രസിഡന്റ് ഫിൻലാൻഡിൻ്റെ. 13ാമത്തെ ഫിൻലാൻഡിൻ്റെ പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ് ആണ്. ഓക്കെ, അടുത്ത വാട്ട് ഈസ് ദ തീം ഓഫ് യുണൈറ്റഡ് നേഷൻ വേൾഡ് പൾസസ് ഡേ 2024 observed across the globe on 10th February 2024. ഫെബ്രുവരി 10 നമ്മൾ വേൾഡ് പൾസസ് ഡേ വരുന്നത്. വേൾഡ് പൾസസ് ഡേ ആണ്. ഓക്കെ, അത് 2024 ഫെബ്രുവരി 10.
അപ്പം ഈ വർഷത്തെ പൾസസ് ഡേ, വേൾഡ് പൾസസ് ഡേയുടെ തീം എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മളൊരു കോഡ് പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? പൾസസ് നറിഷിങ് സോയിൽസ് ആൻഡ് പീപ്പിൾ എന്നാണ് തീമിൻ്റെ പേര്. കാരണം സോയിൽ മൈക്രോബിയൽ ആക്ഷൻ, ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ പൾസസ് ഡേ കൊണ്ട് അവരുടെ മെയിൻ എയിം. പൾസസ് ഡേ കമമറേറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ എയിം തന്നെ സോയിൽ മൈക്രോബിയൽ ആക്ഷനെ പറ്റിയിട്ടുള്ള അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ പൾസസ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനത്തെ അവയർനെസ് ഒക്കെ കൊടുക്കാനാണ് ബേസിക്കലി UN നമുക്ക് ഈ വേൾഡ് പൾസസ് ഡേ നടത്തുന്നത് തന്നെ. ഓക്കെ, അപ്പം സോയിൽ മൈക്രോബിയൽ ആക്ഷൻ, സോയിൽ, ഓക്കെ, അപ്പം നറിഷിങ് സോയിൽ അത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, നറിഷിങ് സോയിൽ ആൻഡ് പീപ്പിൾ. പിന്നെ അതുപോലെ തന്നെ എന്തായിരുന്നു, ഫെബ്രുവരി 10-നായിരുന്നു. ഫെബ്രുവരി 10-ന് വേറെ എന്തൊക്കെ ഡേയ്സ് ഉണ്ട്, വേറെ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഉണ്ട്? വേൾഡ് പൾസസ് ഡേ ഉണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു, നമ്മൾ എന്തായിരുന്നു കോഡ് പഠിച്ചത്? 10-നെ നമ്മൾ ഇങ്ങനെ എഴുതണം, 1 ഇങ്ങനെ എഴുതുന്നു, 0 ഇങ്ങനെ എഴുതുന്നു, അപ്പോൾ അത് P ആവും, P ഫോർ പൾസസ്. ഓക്കെ, ഇനി ഈ Pനെ ഒന്ന് തലതിരിച്ചിട്ടെ, ഇതിപ്പോൾ തോന്നിയ കോഡാണ്. ഈ Pനെ ഒന്ന് തലതിരിച്ചിട്ടെ എങ്ങനെ വരും? ഇങ്ങനെ ആവത്തില്ലേ? D ആയില്ലേ? D ഫോർ ഡിവോമിങ്. ഓക്കെ, P ഫോർ പൾസസ്. ഇനി ഈ P തന്നെ ഒന്ന് അപ്സൈഡ് ഡൗൺ ആയിട്ടൊന്ന് തലതിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് D ആവും. അപ്പോൾ അതെന്താ? D ഫോർ ഡിവോമിങ്. നാഷണൽ ഡിവോമിങ് ഡേയും ഈ ഫെബ്രുവരി 10-ന് തന്നെ ആയിരുന്നു. ഓക്കെ, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? അറേബ്യൻ ലെപ്പോർഡ് ഡേയും ഫെബ്രുവരി 10-നായിരുന്നു. യുണൈറ്റഡ് നേഷൻ ആയിരുന്നു. നമ്മുടെ IUCN റെഡ് ലിസ്റ്റിനകത്ത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലാണ് ഈ അറേബ്യൻ ലെപ്പോർഡിനെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവരുടെ കൺസർവേഷന് വേണ്ടി ആദ്യമായിട്ട് 2024 ആദ്യമായിട്ട് അറേബ്യൻ ലെപ്പോർഡ് ഡേ ആചരിക്കുന്നത്. അതും ഫെബ്രുവരി 10-നായിരുന്നു. അപ്പോൾ ഫെബ്രുവരി 10-ന് എന്തൊക്കെയുണ്ട്? വേൾഡ് പൾസസ് ഡേ ഉണ്ട്, നാഷണൽ ഡിവോമിംഗ് ഡേ ഉണ്ട്, അതുപോലെ തന്നെ അറേബ്യൻ ലെപ്പോർഡ് കൺസർവേഷൻ ഡേയും ഉണ്ട്. ഓക്കെ, ഈ അറേബ്യൻ ലെപ്പോർഡ് കൺസർവേഷന് വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ടായിരുന്നു. ആ ക്യാമ്പയിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ലീപ്പ് ഓഫ് ഹോപ്പ് എന്നായിരുന്നു ആ ക്യാമ്പയിൻ്റെ പേര്. ഓക്കെ, അടുത്ത് നോക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഫെബ്രുവരി 13-ൻ്റെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിച്ച കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഫെബ്രുവരി 14-ൻ്റെ കറണ്ട് അഫയേഴ്സ് നോക്കാം. ആദ്യത്തെ ന്യൂസ് തന്നെ നോക്കാം. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഫിഫ കൊളാബറേറ്റ്സ് ടു പ്രൊമോട്ട് ഫുട്ബോൾ ഇൻ ഇന്ത്യൻ സ്കൂൾസ്. അതായത് സ്കൂളിലെ കാര്യമാണ്. അപ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്തായാലും വരും. പിന്നെ ഫുട്ബോൾ കൊണ്ടുവരണം, ഫുട്ബോളിൻ്റെ കാര്യമാണ്. അപ്പോൾ എന്താ? ഫിഫയുമാണ്. അപ്പം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും ഫിഫയും കൂടെ ഇപ്പം ഒരു ഒരു MOU സൈൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ ചെയ്തു. എന്തിനാണ് അവർ കൊളാബറേറ്റ് ചെയ്തത്? ഇന്ത്യൻ സ്കൂൾസിലൊക്കെ ഫുട്ബോൾ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള ഒരു തോട്ടിലാണ് ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും ഫിഫയും കൂടെ കൊളാബറേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ യുനെസ്കോ ഉണ്ടല്ലോ, യുനെസ്കോയും ഫിഫയും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനൊരു ഐഡിയ അവർ കൊണ്ടുവന്നത്. അതിപ്പോൾ ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനുമായിട്ട് ടൈപ്പ് ഫിഫ ചെയ്തേക്കുന്നത്. ഓക്കെ, യുനെസ്കോ ആണ് ഇങ്ങനൊരു ഐഡിയ, യുനെസ്കോയും ഫിഫയും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം അവർ സ്റ്റാർട്ട് ചെയ്തത്. ലോകത്തുള്ള പല പല രാജ്യങ്ങളിൽ സ്കൂൾസിൽ, ഓരോ രാജ്യങ്ങളിലെ സ്കൂളുകളിൽ ഫുട്ബോളിൻ്റെ പ്രൊമോഷൻ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഫുട്ബോൾ കൊണ്ടുവരണം, കുട്ടികളിലേക്ക് ഫുട്ബോളിൻ്റെ ആ ഒരു സ്പിരിറ്റ് കൊണ്ടുവരണം, താല്പര്യമുള്ള കുട്ടികളെയൊക്കെ ഫുട്ബോൾ പഠിപ്പിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യുനെസ്കോയും ഫിഫയും കൂടി ഇങ്ങനൊരു പരിപാടി തുടങ്ങിയത്. അപ്പോൾ ഇന്ത്യൻ സ്കൂൾസിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും ഫിഫയും കൂടി ഇപ്പം റീസെൻ്റായിട്ട് കൊളാബറേഷൻ നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതത്രയുമായിരുന്നു ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ യൂണിയൻ മിനിസ്റ്ററായ ധർമ്മേന്ദ്ര പ്രധാനാണ് ഇപ്പോൾ ഈ പറയുന്ന ഏകദേശം 6848 ഫുട്ബോളോളം ഇന്ത്യൻ സ്കൂൾസിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തിനായിരുന്നു? ഈ പറയുന്ന ഫുട്ബോൾ ഫോർ സ്കൂൾ എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. ഫുട്ബോൾ ഫോർ സ്കൂൾ എന്നുള്ള പ്രോഗ്രാം ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും അതുപോലെ ഫിഫയും യുനെസ്കോയും കൂടെ ചേർന്നിട്ടാണ് ഫുട്ബോൾ ഫോർ സ്കൂൾ എന്നുള്ള പ്രോഗ്രാം കൊണ്ടുവന്നത്. അത് ഇന്ത്യൻ സ്കൂൾസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും ഫിഫയും കൂടെ കൊളാബറേറ്റ് ചെയ്തേക്കുന്നത്. ഈ ഫുട്ബോൾ ഫോർ സ്കൂൾ എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള
ധർമ്മേന്ദ്ര പ്രധാൻ ഏകദേശം 6848 ഫുട്ബോൾസ് പല പല ഇന്ത്യൻ സ്കൂൾസിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയുമായിരുന്നു ഈ ന്യൂസിനകത്ത്. അപ്പം യുനെസ്കോയും ഫിഫയും കൂടെ ചേർന്നിട്ടായിരുന്നു ഫുട്ബോൾ ഫോർ സ്കൂൾ എന്നുള്ള പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ യുനെസ്കോയുടെ സ്ട്രാറ്റജിക്ക് നോക്കാം. ഡയറക്ടർ ജനറൽ വന്നിട്ട് ഓഡ്രെ അസോലെയാണ്. ഓഡ്രെ അസോലെ. ഹെഡ് ക്വാർട്ടർ ഫ്രാൻസിലെ പാരീസിലാണ്. 1945 എസ്റ്റാബ്ലിഷ് ചെയ്തത് യുനെസ്കോ. യുനെസ്കോയുടെ ഫുൾ ഫോം എല്ലാവരും അറിഞ്ഞിരിക്കണം. യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ, സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്നാണ് യുനെസ്കോയുടെ ഫുട്ബോൾ. ഫ്രാൻസിലെ പാരീസിലാണ് യുനെസ്കോ സ്ഥിതി ചെയ്യുന്നത്. ഡയറക്ടർ ജനറൽ വന്നിട്ട് ഓഡ്രെ അസോലെയാണ്. ഓക്കെ, 1945 നമുക്ക് ഇന്ത്യക്കാർക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ് ഈ വർഷം. 1945 എന്താ ആണ് യുനെസ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻറ്റ് ഡേ ആണ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് വിമൻ ആൻഡ് ഗേൾസ് ഇൻ സയൻസ് 2024 എന്നാണ് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഡേ നമ്മൾ നോക്കുന്നത്. ഫെബ്രുവരി 11 ഈ പറയുന്ന ഇൻ്റർനാഷണൽ ഡേ ഓഫ് വിമൻ ആൻഡ് ഗേൾസ് ഇൻ സയൻസ്. ഇൻ്റർനാഷണൽ ഡേ ഓഫ് വിമൻ ആൻഡ് ഗേൾസ് അല്ല, വിമൻ ആൻഡ് ഗേൾസ് ഇൻ സയൻസ് ആണ്. സയൻസ്. ഓക്കെ, നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഇപ്പം നിലവിൽ നമ്മുടെ ഇന്ത്യൻ വനിതകളെയൊക്കെ ഈ പറയുന്ന സയൻസ് ഫീൽഡിലോട്ടൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്ലാറ്റ്ഫോമുണ്ട്. സയൻസിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. സയൻസ്, ടെക്നോളജി, STEM, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, ഇങ്ങനൊരു പ്ലാറ്റ്ഫോമുണ്ട്. ഓക്കെ, അതിൽ നമ്മുടെ വിമൻ്റെ, സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും പാർട്ടിസിപ്പേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവർക്ക് ഈക്വലി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസിലൊക്കെ അവർക്ക് ഈക്വലി ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മുടെ യുണൈറ്റഡ് നേഷൻ ഇങ്ങനൊരു ഇൻ്റർനാഷണൽ ഡേ ഓഫ് വുമൺ ആൻഡ് ഗേൾസ് എന്നുള്ള ഒരു പരിപാടി കൊണ്ടുവന്നിട്ടുള്ളത്. ഫെബ്രുവരി 11 നമ്മുടെ ഇൻ്റർനാഷണൽ ഡേ ഓഫ് വുമൺ ആൻഡ് ഗേൾസ് ആചരിക്കുന്നത്. ഇൻ്റർനാഷണൽ ഡേ ഓഫ് വുമൺ ആൻഡ് ഗേൾസ് ഇൻ സയൻസ് ആചരിക്കുന്നത്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് കുറച്ച് ഒരു സ്കീമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇനി പഠിക്കും. ഇപ്പോൾ റീസെൻ്റായിട്ട് നിങ്ങൾ ഇത് ഓർത്ത് വെച്ചാൽ മതി. ഇൻ്റർനാഷണൽ ഡേ ഓഫ് വുമൺ ആൻഡ് ഗേൾ ഇൻ സയൻസ് 2024 എന്ന് പറയുന്നത് ഫെബ്രുവരി 11 ഓക്കെ, അടുത്തത് ഈ വർഷത്തെ 2024 തീം നോക്കാം. വിമൻ ആൻഡ് ഗേൾസ് ഇൻ സയൻസ് ലീഡർഷിപ്പ്, എ ന്യൂ എറ ഫോർ സസ്റ്റൈനബിലിറ്റി. അപ്പം ഇത്രയും വലിയ തീമൊന്നും ഓർത്തിരിക്കരുത്, ചെറിയ ചെറിയ വാക്കുകളൊക്കെ ഓർത്തിരിക്കുക. സസ്റ്റൈനബിലിറ്റി, എറ ഫോർ സസ്റ്റൈനബിലിറ്റി ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ സയൻസ് ലീഡർഷിപ്പ്, വിമൻ ആൻഡ് ഗേൾ ഇൻ സയൻസ് ലീഡർഷിപ്പ്, എ ന്യൂ എറ ഫോർ സസ്റ്റൈനബിലിറ്റി എന്നാണ് 2024 ഈ പറയുന്ന ഇൻ്റർനാഷണൽ ഡേ ഓഫ് വിമൻ ആൻഡ് ഗേൾസ് ഇൻ സയൻസിൻ്റെ തീം വരുന്നത്. പിന്നെ ഒരു സബ് തീമും കൂടിയുണ്ട്. സബ് തീമാണ് തിങ്ക് സയൻസ് തിങ്ക് പീസ്. തിങ്ക് സയൻസ് തിങ്ക് പീസ് എന്നാണ് ഇതിൻ്റെ ഈ ഇൻ്റർനാഷണൽ ഡേയുടെ സബ് തീം വരുന്നത്. ഓക്കെ, തിങ്ക് സയൻസ് തിങ്ക് പീസ്. ചിലപ്പോൾ എല്ലാവരും എന്താ തീം മാത്രമേ പഠിച്ചു വെക്കത്തുള്ളൂ. എക്സാമിന് ചിലപ്പോൾ ചോദിക്കുന്ന സബ് തീം ആയിരിക്കും. കാരണം അതങ്ങനെ എല്ലായിടത്തും കാണുന്നതല്ല. എല്ലാ റിസോഴ്സസിലും നമുക്ക് ഈ സബ് തീമൊന്നും കിട്ടത്തില്ല. ഓക്കെ, അപ്പം ഇൻ്റർനാഷണൽ സബ് തീം ഓർത്തിരിക്കുക. ഇത് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഫെബ്രുവരി 11 അപ്പം നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിക്കുക. 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി. ഓക്കെ, അങ്ങനെ ഒരു ചുമ്മാ, അല്ലെങ്കിൽ നിങ്ങൾ പെൺകുട്ടികൾ 11th സ്റ്റാൻഡേർഡ് പഠിച്ചപ്പം ഒന്ന് വെറുതെ ആലോചിച്ചാൽ മതി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് നിങ്ങൾ മനസ്സിലൊന്ന് പിക്ചറൈസ് ചെയ്യുക. പിന്നെ അത് മറക്കത്തില്ല. ഓക്കെ, ഫെബ്രുവരി 11 11th പഠിക്കുന്ന ഒരു പെൺകുട്ടി. ഓക്കെ, കാരണം വിമൺ ആൻഡ് ഗേൾസ് ഇൻ്റർനാഷണൽ ഡേ ആണ്. ഓക്കെ, അടുത്തത് വേൾഡ് യുനാനി ഡേ ആണ്. ഫെബ്രുവരി 11 തന്നെയാണ് വേൾഡ് യുനാനി ഡേ വരുന്നത്. അപ്പം നോക്കിക്കേ, ഒരു കോഡുണ്ട് 11. ഇങ്ങനെയല്ല എഴുതുന്നത് 11. ഇതൊന്ന് ജോയിൻ ചെയ്തേ. ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? യു അല്ലേ? യു ഫോർ യുനാനി. മറക്കുമോ? അപ്പോൾ ഫെബ്രുവരി 11 എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇൻ്റർനാഷണൽ ഡേ ഫോർ വിമൻ ആൻഡ് ഗേൾ ഇൻ സയൻസ് എന്നാണ്. അപ്പോൾ +1 പഠിക്കുന്ന കുട്ടിയാണ്, സയൻസ് സ്ട്രീം എടുത്ത് പഠിക്കുന്ന +1 പഠിക്കുന്ന ഒരു പെൺകുട്ടി. നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചല്ലോ, പിക്ചറൈസ് ചെയ്തല്ലോ. ആ കുട്ടി സയൻസാണ് പഠിച്ചത്. ഓക്കെ, ഇൻ്റർനാഷണൽ ഡേ ഓഫ് വിമൻ ആൻഡ് ഗേൾ ഇൻ സയൻസ് ആണ്. അതുകൊണ്ടാണ് +1 പഠിക്കുന്നത്. 10th കഴിയുമ്പോൾ നമുക്ക് സ്ട്രീം സെലക്ട് ചെയ്യാൻ പറ്റും. സയൻസ് ആണ് എടുത്തത്, ആ കുട്ടി +1 ഓക്കെ, അപ്പോൾ 1 ഇനി ഈ 1 തമ്മിലൊന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ അതെന്താവും? 1ഉം 1ഉം കൂടെ ജോയിൻ ചെയ്യുമ്പോൾ അതെന്താവും? യു ആവും. യു ഫോർ യുനാനി.
അല്ലെങ്കിൽ ഇങ്ങനെ വേണേലും ആലോചിക്കാം. +1 സയൻസ് എടുത്ത് പഠിക്കുന്ന കുട്ടി, അവൾ +1 +2 കഴിഞ്ഞിട്ട് എന്താ യുനാനി പഠിച്ചു. ഓക്കെ, അങ്ങനെയും ചിന്തിക്കാൻ കുറച്ചുകൂടെ എന്താ നമ്മളെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഈ കോഡായിരിക്കും. ഓക്കെ, അപ്പോൾ മറക്കരുത് ഫെബ്രുവരി 11 ആയിരുന്നു ഇൻ്റർനാഷണൽ ഡേ ഓഫ് വിമൻ ആൻഡ് ഗേൾ ഇൻ സയൻസും, അതുപോലെ തന്നെ വേൾഡ് യുനാനി ഡേ ആണ്. ഓക്കെ, യുനാനി ഡേയുടെ എന്താ പറയുക, അദ്ദേഹം അവരുടെ ഒരു സോഷ്യൽ റിഫോമർ ആയിട്ടുള്ള അല്ലെങ്കിൽ റിനൗണ്ട് സ്കോളറാണ് യുനാനിയുടെ ഒരു മുഹമ്മദ് അജ്മൽ ഖാൻ എന്ന് പറയും. ഹക്കീം അജ്മൽ ഖാൻ എന്നാണ് കൂടുതലും അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹമാണ് ഈ പറയുന്ന യുനാനി മെഡിസിൻ ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഓക്കെ, ആദ്യമായിട്ട് ഇന്ത്യയിലൊക്കെ അതിൻ്റെ കൂടുതൽ ഫേമസ് ആക്കിയത് ഈ പറയുന്ന ഹക്കീം അജ്മൽ ഖാൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ചിട്ടാണ് ഈ പറയുന്ന ഫെബ്രുവരി 11 വേൾഡ് യുനാനി ഡേ ആചരിക്കുന്നത്. അപ്പം ഇവിടെയും തീമുണ്ട്. തീം ഓഫ് യുനാനി ഡേ 2024 എന്താണ്? യുനാനി മെഡിസിൻ ഫോർ 1 എർത്ത് 1 ഹെൽത്ത്. യുനാനി മെഡിസിൻ ഫോർ 1 എർത്ത് 1 ഹെൽത്ത് ആണ് 2024 ഈ വർഷത്തെ വേൾഡ് യുനാനി ഡേയുടെ തീം വരുന്നത്. മറക്കരുത്, യുനാനി മെഡിസിൻ ഫോർ 1 എർത്ത് ആൻഡ് 1 ഹെൽത്ത്. ഓക്കെ, അടുത്ത് നോക്കാം. നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞു ഫെബ്രുവരി 11 ഇൻ്റർനാഷണൽ വിമൻ ആൻഡ് ഗേൾ ഇൻ സയൻസ് ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഒരു പുതിയ സ്കീം ഇറക്കിയെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് ആ സ്കീം? സ്വാതി എന്നാണ് ആ പറയുന്ന പോർട്ടൽ. സ്കീമല്ല, ഒരു പോർട്ടലാണ്. സ്വാതി എന്നാണ് ആ പോർട്ടലിൻ്റെ പേര്. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റെമ്മിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തായിരുന്നു. എന്തായിരുന്നു സ്റ്റെം? എന്തായിരുന്നു സ്റ്റെം എന്ന് പറയുന്നത്? ഓർമ്മയുണ്ടോ? സയൻസ് എന്തായിരുന്നു സ്റ്റെം എന്ന് പറയുന്നത്? സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്. ഓക്കെ, മാത്തമാറ്റിക്സ് ആൻഡ് മെഡിസിൻ കേട്ടോ. സ്റ്റെം 2 M ഉണ്ട്. നേരത്തെ ഒരു M പറഞ്ഞിട്ടുള്ളായിരുന്നു, 2 M ഉണ്ട്. ഓക്കെ, സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ്, മാത്തമാറ്റിക്സ് ആൻഡ് മെഡിസിൻ. ഇങ്ങനെ ഒരു പോർട്ടലുണ്ട്. ഓക്കെ, ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ പറയുന്ന സയൻസിനും ടെക്നോളജിക്കും ഇങ്ങനെ മെഡിസിനുമൊക്കെ എന്താ അതിൻ്റെയൊക്കെ ഒരു എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പോർട്ടലുണ്ട്, ഈ സ്റ്റെം എന്ന് പറയുന്നത്. അതിനകത്ത് സ്ത്രീകളുടെ ഇൻവോൾവ്മെൻറ്റ് കൂട്ടുക, അല്ലെങ്കിൽ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഇൻവോൾവ്മെൻറ്റ് കൂട്ടുക, അവർക്ക് ഈക്വലി ആക്സസിബിലിറ്റി, അല്ലെങ്കിൽ അവരും ഇന്ത്യയുടെ ഇൻക്ലൂഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ ഇൻക്ലൂഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സ്വാതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോർട്ടൽ ഇറങ്ങിയിട്ടുള്ളത്. സ്വാതിയുടെ ഫുൾ ഫോമാണ് സയൻസ് ഫോർ വുമൻ എ ടെക്നോളജി. സയൻസ് ഫോർ വുമൻ എ ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ. ഓക്കെ, സയൻസ് എന്താണ്? സയൻസ് ഫോർ വിമൻ എ ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ ആണ് സ്വാതിയുടെ ഫുൾ ഫോം. കഴിഞ്ഞ ദിവസം നമ്മൾ സാരഥി ഒരു പോർട്ടൽ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? സാരഥി മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആയിരുന്നു ഈ സാരഥി എന്ന് പറഞ്ഞ പോർട്ടൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഫാമേഴ്സിന് ഈ PM ഫസൽ ബീമ യോജന പോലത്തെ സ്കീമുകളുടെ ബെനിഫിറ്റ്സ് ഒക്കെ ഡിജിറ്റലി ഇനി അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളൊരു പോർട്ടലായിരുന്നു സാരഥി പോർട്ടൽ. എന്തായിരുന്നു? സാൻഡ് ബോക്സ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ സെക്യൂരിറ്റി ഇൻ ടെക്നോളജി ആൻഡ് ഇൻഷുറൻസ് എന്നായിരുന്നു അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർട്ടലാണ് സ്വാതി പോർട്ടൽ. ഓക്കെ, സയൻസ് ഫോർ വുമൻ ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു സയൻസ് റിലേറ്റഡ് ആയിട്ടൊരു പോർട്ടൽ ഇറക്കിയിട്ടുള്ളത്. ഓക്കെ, അത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ആണ് ഇറക്കിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇൻ്റർനാഷണൽ ഡേ ഓഫ് വുമൻ ആ ഒരു ഒക്കേഷനിലാണ് ഇതൊക്കെ നടത്തിയത്, നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി. ഓക്കെ, അടുത്തത് DARPG റിലീസസ് NESDA വേ ഫോർവേഡ് ആനുവൽ റിപ്പോർട്ട് ഫോർ 2023. DARPG എന്താണെന്ന് നോക്കാം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ് എന്നാണ് നമ്മൾ DARPG എന്ന് പറയുന്നത്. ഇത് മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസിനകത്ത് വരുന്നതാണ് നമ്മുടെ DARPG വരുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് സ്കീമുകളും ഒരുപാട് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ സാധാരണക്കാർക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, ഒരുപാട് ഗവൺമെൻറ് സർവീസസുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം ഇനി ഡിജിറ്റലി കൊടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഡിജിറ്റലി ഈ പറയുന്ന ഡിജിറ്റൽ ഗവൺമെൻറ് സ്കീമുകളുണ്ട്, ഡിജിറ്റൽ ഗവൺമെൻറ് സർവീസസ് ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ആൾക്കാരിൽ എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ആൾക്കാർക്ക് ഈസി ആയിട്ട് ഫീസിബിൾ ആണോ, അല്ലെങ്കിൽ അവരിലേക്ക് അതെല്ലാം കറക്റ്റായിട്ട് അർഹതപ്പെട്ടവർക്ക് അതൊക്കെ കിട്ടുന്നുണ്ടോ, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ നാഷണൽ ഗവേണൻസ്
സർവീസ് ഡെലിവറി അസസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോർട്ടൽ തുടങ്ങിയിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഒന്നുകൂടെ പറയാം. ഇന്ത്യയിൽ ഒരുപാട് സ്കീമുണ്ട്, ഒരുപാട് പദ്ധതികളുണ്ട്. ഇതെല്ലാം ഡിജിറ്റലിയും അവൈലബിൾ ആണ്. പക്ഷെങ്കിൽ അർഹതപ്പെട്ടവർക്ക് ഇതെല്ലാം കറക്റ്റായിട്ട് ഈ സർവീസുകൾ, ഇന്ത്യയുടെ ഈ സർവീസുകൾ കിട്ടുന്നുണ്ടോ ഇല്ലേ എന്ന് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഇറക്കിയിട്ടുള്ളത്. ഈ പ്ലാറ്റ്ഫോം ഇറക്കിയത് നമ്മുടെ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ് എന്ന് പറയുന്ന DARPG. ഓക്കെ, ഈ DARPG ആണ് നാഷണൽ ഇ ഗവേണൻസ് സർവീസ് ഡെലിവറി അസസ്മെൻറ്റ് പോർട്ടൽ പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. നമ്മുടെ പല പല സ്റ്റേറ്റ്സും പല പല യൂണിയൻ ടെറിട്ടറീസും ഒരുപാട് സെക്ടേഴ്സൊക്കെ കുറേ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിജിറ്റലി ഉണ്ട്, അതല്ലാണ്ട് തന്നെ ഫിസിക്കലിയും ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിജിറ്റലി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എല്ലാം കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ആവുന്നുണ്ടോ, കറക്റ്റായിട്ട് എത്തിപ്പെടുന്നുണ്ടോ, ബെനിഫിഷ്യൽ ആവുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന NESDA എന്ന് പറഞ്ഞിട്ടുള്ള പോർട്ടൽ അവർ ഇറക്കിയിട്ടുള്ളത്. DARPG ആണ് ഈ പോർട്ടൽ ഇറക്കിയിട്ടുള്ളത്. ഏത് മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ പറയുന്ന പുതിയ പോർട്ടൽ. ഓക്കെ, അടുത്തത് ഈ NESDയുടെ ഫ്രെയിം വർക്ക്, അതായത് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇന്ത്യയുടെ ഈ ഗവേണൻസ് ജേണിയൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ നമ്പർ ഓഫ് സർവീസസ് എന്താണെന്നറിയാം, ഇന്ത്യൻ സ്കീംസിലും സർവീസൊക്കെ എന്താണെന്നറിയാം, അത് ഡിജിറ്റലി പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ നമ്പറൊക്കെ ഒന്ന് കൂട്ടാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ NESDA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർട്ടൽ വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ സ്ട്രാറ്റജിക്കാണ്. ആരാണ് ഈ മിനിസ്ട്രിയുടെ യൂണിയൻ മിനിസ്റ്റർ നോക്കാം. നരേന്ദ്രമോദി, പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി തന്നെയാണ് ഈ പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസിൻ്റെ യൂണിയൻ മിനിസ്റ്റർ. ഓക്കെ, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ്. ഓക്കെ, അത് ചോദിക്കത്തില്ല, പക്ഷെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നരേന്ദ്രമോദിയാണ് ഈ പറയുന്ന മിനിസ്റ്റർ ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസിൻ്റെ യൂണിയൻ മിനിസ്റ്റർ വന്നിട്ട്. ഓക്കെ, അടുത്ത് നോക്കാം പ്രഭാവ് എന്ന് പറയുന്നത് സിഡ്ബി കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ ഒരു സംഭവമാണ്. അതായത് നമ്മുടെ 2016 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സ്റ്റാർട്ടപ്പ് ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നായിരുന്നു. ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നായിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആക്ഷൻ പ്ലാൻ. അപ്പം എന്താണ് ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകളൊക്കെ ഒന്ന് എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആക്ഷൻ പ്ലാൻ വന്നിട്ടുള്ളത്. ഇനി സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു പരിവാണ് ഫണ്ട് ഫോർ ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ഫണ്ട്സ് ഫോർ ഫണ്ട് ഫോർ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. എന്താണ് ഫണ്ട്സ് ഫോർ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിലുള്ള സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ അവർക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണ്ടി വരും, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വേണ്ടി വരും. അവരുടെ കറക്റ്റ് ഔട്ട്പുട്ട് എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കറക്റ്റ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്ത്യയിലുള്ള സ്റ്റാർട്ടപ്പുകളെയൊക്കെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഈ പറയുന്ന ഫണ്ട്സ് ഫോർ സ്റ്റാർട്ടപ്സ് എന്നുള്ള പരിപാടി തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഫണ്ട്സ് ഫോർ സ്റ്റാർട്ടപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ഇതിനെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിഡ്ബി പുതുതായിട്ട് ഒരു പോർട്ടൽ കൂടെ ഇറക്കിയിട്ടുള്ള. അതിൻ്റെ പേരാണ് പ്രഭാവ്. ഓക്കെ, പ്രഭാവ് എന്തിനാണ്? ഈ പറയുന്ന ഇന്ത്യയിൽ നിലവിലുള്ള ഫണ്ട്സ് ഫോർ സ്റ്റാർട്ടപ്പിനെയൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രഭാവിനെ അൺവീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനകത്തുനിന്ന് ചോദിക്കാൻ ചിലപ്പം 2016, അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആക്ഷൻ പ്ലാൻ ആരാണ് കൊണ്ടുവന്നത്, അതുപോലെ തന്നെ എന്താണ് FFSൻ്റെ ഫുൾ ഫോം, FFS ഒക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടി, അസസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഈ പ്ലാറ്റ്ഫോം അതിൻ്റെ പേരെന്താണ്? ഓക്കെ, പ്രഭാവാണ്. ഈ പേര് ഓർത്തിരിക്കുക, ഷുവറായിട്ട് ചോദിക്കാൻ ഷുവറായിട്ട് ചോദിക്കും. പ്രഭാവൊക്കെ ബാങ്ക് എക്സാമിന് ഈ വരുന്ന SBI ക്ലർക്കിനൊക്കെ ചോദിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ഓക്കെ,
അടുത്തത് സിഡ്ബി ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഡസ്ട്രീസ് ആണല്ലോ, സ്റ്റാർട്ടപ്പ് ഒക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സിഡ്ബി ആയിരിക്കും ഇതിനകത്ത് എന്ത് തീരുമാനവും എടുക്കാൻ കപ്പാസിറ്റി അല്ലെങ്കിൽ എന്ത് തീരുമാനം എടുക്കാൻ റൈറ്റ് അതോറിറ്റി എപ്പോഴും സിഡ്ബി ആയിരിക്കും. അപ്പോൾ സിഡ്ബിയുടെ സ്ട്രാറ്റജിക്ക് നോക്കാം. CMD വന്നിട്ട് ശിവസുബ്രഹ്മണ്യൻ രാമനാണ്. ഹെഡ് ക്വാർട്ടർ എല്ലാവർക്കും അറിയാം UP-യിലെ ലക്നൗ ആണ്. 1990 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, 1990 എസ്റ്റാബ്ലിഷ് ചെയ്തത്. UP-യിലെ ലക്നൗ ആണ് ഹെഡ് ക്വാർട്ടർ. ശിവസുബ്രഹ്മണ്യം രാമനാണ് അതിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. സിഡ്ബി ഇറക്കിയ പുതിയ പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന പ്രഭാവ്. എന്തിനാണ് പ്രഭാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകളെയൊക്കെ ഫണ്ട് ചെയ്യാൻ വേണ്ടി, ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട്സ് ഫോർ സ്റ്റാർട്ടപ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ അസസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്രഭാവ് ഇറക്കിയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് DEA, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സും പിന്നെ അതുപോലെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ADBയും കൂടെ ചേർന്നിട്ട് ഒരു $200 million ലോൺ സാങ്ഷൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രെറം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റാണ്. ഫ്രെറം ആസാമിലാണ്. ഫ്രെറം ഓക്കെ, FRERM, ഫ്രെറം എന്ന് തന്നെ പഠിച്ചാൽ മതി. എപ്പോഴും FRERM എന്ന് പറയേണ്ട. ഫ്രെറം ആസാമിലെ ഒരു പ്രൊജക്റ്റാണ് ഫ്രെറം എന്ന് പറയുന്നത്. അതിന് ഫണ്ട് ചെയ്തേക്കുന്നത് ആരാണ്? ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. ഓക്കെ, പിന്നെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കും പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സും കൂടെ ചേർന്നിട്ടാണ്. എത്ര USDയുടെ ഫണ്ടാണ്? $200 million ലോണാണ്. $200 million ലോണാണ് ഇവരിപ്പം റീസെൻ്റായിട്ട് നടന്നിട്ടുള്ളത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആസാമിലൊക്കെ ഒരുപാട് ഫ്ലഡൊക്കെ വരാറുണ്ടല്ലേ. അപ്പം അതിന് ക്ലൈമറ്റ് റെസീലിയൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആസാമിലെ പല സ്ഥലങ്ങളും ക്ലൈമറ്റ് റെസീലിയൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഫ്രെറം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ്. ഫ്രെറം പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഫണ്ട് ഈ കോൺട്രാക്റ്റ് സൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രെറമിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് പഠിക്കാം. ഫ്ലഡ് ആൻഡ് റിവർ ബാക്ക് ഇറോഷൻ റിസ്ക് മാനേജ്മെൻറ്റ്. ഫ്ലഡ് ആൻഡ് റിവർ ബാക്ക് ഇറോഷൻ റിസ്ക് മാനേജ്മെൻറ്റ്. ഓക്കെ, ഫ്ലഡ് ആൻഡ് റിവർ ബാക്ക് ഇറോഷൻ റിസ്ക് മാനേജ്മെൻറ്റ് എന്നാണ് ഫ്രെറമിൻ്റെ പേര്. ഇത് ഇറക്കിയ സ്റ്റേറ്റ് ആസാമാണ്. ആസാമിലാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് DEA, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കും കൂടെ ഫ്രെറം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റിന് വേണ്ടിയിട്ട് $200 million കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലൈമറ്റ് റെസീലിയൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അസം സ്റ്റേറ്റ് ഇതുപോലെ ഒരുപാട് ഫ്ലഡ്സൊക്കെ വരാറുണ്ട്, ഫ്ലഡുകൾ വരാറുണ്ട്. അപ്പം ഒരുപാട് ക്ലൈമറ്റ് ഇറോഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ എതിരെ ക്ലൈമറ്റ് റെസീലിയൻ്റ് ആക്കാൻ വേണ്ടി, റെസീലിയൻ്റ് എൻവയൺമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഫ്രെറം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ്. അതിന് വേണ്ടിയിട്ടാണ് $200 million കോൺട്രാക്റ്റ് അവർ സൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫ്രെറം പ്രോജക്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ബ്രഹ്മപുത്ര റിവർ ഉണ്ട് ആസാമിൽ. അതിൻ്റെ മെയിൻ സ്ട്രീം, അതിൻ്റെ ക്രോസ് ആയിട്ട് ഒരു 650 kilometer ലോങ് ഒരു പ്രൊജക്റ്റാണ് ഈ ഫ്രെറം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മണ്ണ് ഒലിച്ചൽ ഇറോഷനൊക്കെ അസിസ്റ്റൻസ് ആയിട്ട് ഒരു പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഈ ഫ്രെറം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഫുൾ ഫോം ഓർത്തിരുന്നാൽ മതി. ഏത് സ്റ്റേറ്റാണെന്ന് ഓർക്കണം. പിന്നെ അതുപോലെ എത്ര രൂപയാണ് ബഡ്ജറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്താൽ മതി. ഓക്കെ, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് ഈ ഫണ്ട് സാങ്ഷൻ ചെയ്തത്. ഇപ്പോൾ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ സ്ട്രാറ്റജിക്കാൻ നോക്കാം. മസാറ്റ്സുഗു അസാക്കവയാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രസിഡൻറ്റ്. അതുപോലെ ഹെഡ് ക്വാർട്ടർ ഫിലിപ്പീൻസ് ആണ്. ഫിലിപ്പീൻസിലെ മൻഡാലുയോങ് സിറ്റിയാണ്. മണിലാൽ വരുന്നതാണ്. 1966 എസ്റ്റാബ്ലിഷ് ചെയ്തത്. 68 മെമ്പേഴ്സും ഉണ്ട്. ഓക്കെ, 1966 എസ്റ്റാബ്ലിഷ് ചെയ്തത്. 68 മെമ്പേഴ്സ് ഉണ്ട്. മസാറ്റ്സുഗു അസാക്കവയാണ് അതിൻ്റെ പ്രസിഡൻറ്റ്. ഓക്കെ, അടുത്ത് നോക്കാം. ഇന്ത്യ എക്സ്റ്റെൻസ് UPI സർവീസസ് ഇൻ ശ്രീലങ്ക ആൻഡ് മൗറീഷ്യസ്. നമുക്കറിയാം UPI അൺഇൻറ്ററപ്റ്റഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണ് UPI എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെല്ലാം നമ്മൾ UPI ട്രാൻസാക്ഷൻസ് നടത്താറുണ്ട്. ഇനി ഇന്ത്യയിൽ മാത്രമല്ല ഒരുപാട് കൺട്രിയിലും ഒരുപാട് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് രാജ്യങ്ങളിലും ഈ UPI സർവീസസ് ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് കൊണ്ടുവന്നത് ശ്രീലങ്കയിലും മൗറീഷ്യയിലുമാണ്. ഓക്കെ, ഈ UPI ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, NPCI ആണ് 2016 UPI ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഓരോരോ രാജ്യങ്ങൾ അവരും നമ്മുടെ UPI സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് UPI വന്നിട്ടുള്ളത് ശ്രീലങ്കയിലും മൗറീഷ്യസിലുമാണ്. ഓക്കെ, അപ്പം ഇതിനു വേണ്ടിയിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും മൗറീഷ്യസിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള പ്രവിന്ദ് കുമാർ ജഗ്നൗതും
ശ്രീലങ്കയുടെ അറിയാലോ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗും ഇവർ മൂന്നുപേരോട് ചേർന്നിട്ടാണ് ഈ UPI ഇൻ്റർഫേസിൻ്റെ ലോഞ്ചിങ് നടത്തിയിട്ടുള്ളത്. മൗറീഷ്യസിലും പിന്നെ അതുപോലെ തന്നെ ശ്രീലങ്കയിലുമാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് UPI സർവീസസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. UPI ഇന്ത്യയിൽ വന്ന വർഷം 2016 ആരാണ് UPI ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NPCI ആണ്. NPCI എന്ന് പറഞ്ഞാൽ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, മറക്കരുത്, ഏതൊരു ബാങ്കിങ് ആസ്പിറൻറ്റും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് UPIയും NPCIയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഓക്കെ, 2016 UPI വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഏതൊക്കെ രാജ്യങ്ങൾ ഓൾറെഡി UPI സർവീസസ്, നമ്മുടെ ഇന്ത്യയുടെ UPI സർവീസസ് ഏതൊക്കെ രാജ്യങ്ങൾ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഭൂട്ടാൻ, ഫ്രാൻസ്, മൗറീഷ്യസ്, സിംഗപ്പൂർ, ശ്രീലങ്ക ആൻഡ് UAE. ഓക്കെ, ഇത്രയും രാജ്യങ്ങളാണ് നിലവിൽ ഇപ്പം നമ്മുടെ UPI സർവീസസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള കൺട്രീസ്. ഓക്കെ, ഇനി NPCIയുടെ നോക്കാം. NPCIയുടെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO എന്ന് പറയുന്നത് ദിലീപ് ആസ്ബയാണ്. 2008 ഇത് ഇൻകോർപ്പറേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് NPCI. ഓഫ് ഇന്ത്യ വെച്ച് അവസാനിക്കുന്ന എല്ലാത്തിൻ്റെയും ഹെഡ് ക്വാർട്ടറും മഹാരാഷ്ട്രയിലെ മുംബൈയിലായിരിക്കും. SBI, RBI, ഓക്കെ, അങ്ങനെ എല്ലാത്തിൻ്റെയും ഹെഡ് ക്വാർട്ടർ എപ്പോഴും മഹാരാഷ്ട്രയിൽ മുംബൈയിലായിരിക്കും. ഓഫ് ഇന്ത്യ വെച്ച് അവസാനിക്കുന്ന ഏതൊരു ഓർഗനൈസേഷൻ്റെയും ഹെഡ് ക്വാർട്ടർ അവിടെ ആയിരിക്കും. ഓക്കെ, അത് ഓർത്ത് വെച്ചാൽ മതി, ആ ഒരു കോഡ് ശ്രദ്ധിക്കാം. അപ്പോൾ NPCIയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ്. 2008 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ദിലീപ് ആസ്ബയാണ് MD ആൻഡ് CEO. ഓക്കെ, അടുത്ത് നോക്കാം. LICയുടെ ന്യൂസാണ്. LIC SBI കാർഡ്സിനകത്ത് അവരുടെ സ്റ്റേക്ക്, അവർക്ക് ഓൾറെഡി കുറച്ച് അവകാശം അവിടെ ഉണ്ടായിരുന്നു, കുറച്ച് സ്റ്റേക്ക് ഉണ്ടായിരുന്നു, അതിപ്പോൾ കൂട്ടി 5.02% ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് ബാങ്ക് എക്സാമിന് മാത്രമേ ചോദിക്കത്തുള്ളൂ, ഇത് വേറെ കോമ്പറ്റേറ്റീവ് എക്സാമിനൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല, ബാങ്കിൻ്റെ കാര്യമല്ലേ. അപ്പം SBI കാർഡ്സിനകത്ത് അവരുടെ സ്റ്റേക്ക് എത്ര ആക്കി? 5.02% ആക്കിയെന്നാണ് പറയുന്നത്. നേരത്തെ 4.99% ആയിരുന്നു, ഇപ്പോൾ എത്രയായി? 5.02% ആയിട്ടുണ്ട്. ഓക്കെ, LICയുടെ വേറെ ന്യൂസ് ഓർമ്മയുണ്ടോ? LIC ഫെബ്രുവരിയിൽ വന്നത്, LIC ഒരു ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അതിൻ്റെ പേരാണ് ഇൻഡെക്സ് പ്ലസ്. LIC കൊണ്ടുവന്നതാണ് ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് പ്ലാൻ. ഓക്കെ, അതിൻ്റെ പേരാണ് ഇൻഡെക്സ് പ്ലസ്. നമ്മൾ പറയാൻ തോന്നുന്നു എനിക്കറിയത്തില്ല, ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. LIC ഇങ്ങനെ വന്നിട്ട് എല്ലാവരോടും ചോദിക്കുക, ഇൻഡിവിജ്വലായിട്ട് വന്ന് ചോദിക്കുകയാണ്, ഇൻഷുറൻസ് വേണോ എന്നിങ്ങനെ ഇൻഡിവിജ്വലായിട്ട് വന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ടാണ് അവർ ചോദിക്കുന്നത്. ഇൻഡെക്സ് ഫിംഗർ ചൂണ്ടിയാണ് ചോദിക്കുന്നത്, LIC വേണോ, ഇൻഷുറൻസ് വേണോ എന്നൊക്കെ. അപ്പോൾ ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് കൊടുക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻഷുറൻസിൻ്റെ പേരെന്താണ്? ഇൻഡെക്സ് പ്ലസ്. ഓക്കെ, ഇൻഡെക്സ് പ്ലസ്. ഇനി ഈ ഇൻഡെക്സ് പ്ലസ് ആരാണ് കൊണ്ടുവന്നത്? ഓക്കെ, ഇൻഡിവിജ്വലി ഉള്ള ഇൻഷുറൻസ് പ്ലാൻ്റെ പേരാണ് ഇൻഡെക്സ് പ്ലസ്. ഈ ഇൻഡെക്സ് പ്ലസ് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? LIC. കണ്ടോ, ഇൻഡെക്സും നമ്മുടെ തമ്പും കൂടെ ചേർത്ത് അത് എല്ലാക്കും, അപ്പോൾ LIC. ഓക്കെ, ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇനി എന്തായിരുന്നു? SBI കാർഡ്സിൻ്റെ സ്ട്രാറ്റജിയൊക്കെ നോക്കാം. അതിൻ്റെ MD ആൻഡ് CEO അഭിജിത്ത് ചക്രവർത്തിയാണ്. അതുപോലെ ഹെഡ് ക്വാർട്ടർ വന്നിട്ട് ഗുരുഗ്രാം ആണ്. 1998 ഈ പറയുന്ന SBI കാർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്. ഓക്കെ, അഭിജിത്ത് ചക്രവർത്തിയാണ് MD ആൻഡ് CEO. 5.02% ആണ് ഇപ്പം നിലവിൽ SBI കാർഡ്സിൽ LICയുടെ സ്റ്റേക്ക് എന്ന് പറയുന്നത്. ഷെയർ എന്ന് പറയുന്നത് 5.02% ആണ്. അടുത്ത് നോക്കാം, ഒരു എൻവയൺമെൻറ്റ് ന്യൂസാണ്. ഇത് SSCക്കൊക്കെ ചോദിക്കും, ചിലപ്പം PSCക്ക് ചോദിക്കാം, കാരണം കേരളത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ്. കേരളം ബേസ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ബാങ്ക് എക്സാമിനും SSCക്കും ചോദിക്കാൻ ചാൻസ് കുറവാണ്, സ്റ്റിൽ PSCക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്താണെന്ന് നോക്കാം. ഒരു പുതിയ ഫംഗസ് സ്പീഷീസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ന്യൂ ഫംഗസ് സ്പീഷീസാണ്. അതിൻ്റെ പേര് ട്രൈക്കോഗ്ലോസം ശ്യാം വിശ്വനാഥി. അപ്പോൾ പേര് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാം, ഇത് കേരളത്തിൻ്റെ ഒരു സംഭവമാണ്. കേരളത്തിൽ പറയത്തില്ലേ, പായലേ വിട പൂപ്പലേ വിട. ഓക്കെ, പായലും പൂപ്പലും. അപ്പോൾ ഫംഗസ് കേരളത്തിൽ കണ്ടുപിടിച്ച പുതിയ ഫംഗസ് ആണ് ട്രൈക്കോഗ്ലോസം ശ്യാം വിശ്വനാഥി. ഈ ശ്യാം വിശ്വനാഥി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, KFRI, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദും പിന്നെ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇവർ മൂന്ന് ഓർഗനൈസേഷനും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ കേരളത്തിൽ പുതിയ
ഫംഗസ് സ്പീഷീസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ആ ഫംഗസ് സ്പീഷീസിൻ്റെ പേരാണ് ട്രൈക്കോഗ്ലോസം ശ്യാം വിശ്വനാഥി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ശ്യാം വിശ്വനാഥി എന്ന് പറഞ്ഞാൽ ഈ KFRI ഉണ്ടല്ലോ, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, അതിൻ്റെ ഒരു ഫേമസ് അവിടുത്തെ ഒരു ഫൗണ്ടർ അല്ലെങ്കിൽ അവിടുത്തെ ഡയറക്ടറായിരുന്നു, ഒരു ഫേമസ് സയൻറ്റിസ്റ്റ് കൂടിയാണ് ഈ ശ്യാം വിശ്വനാഥ് എന്ന് പറയുന്ന അദ്ദേഹത്തിനോടുള്ള ആദരവ് കാണിച്ചിട്ടാണ് പുതുതായിട്ടുള്ള അവർ കണ്ടുപിടിച്ച ഫംഗസ് സ്പീഷീസിൻ്റെ പേര് ട്രൈക്കോഗ്ലോസം ശ്യാം വിശ്വനാഥി എന്നാക്കിയത്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ഫംഗസ് പേര് കേൾക്കുമ്പോഴേ അറിയാം അത് കേരളത്തിൻ്റെ ആണ്. അല്ലെങ്കിൽ തന്നെ എന്താണ് ട്രൈക്കോഗ്ലോസം ശ്യാം വിശ്വനാഥി, എന്ത് സ്പീഷീസാണ്, എന്തിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ കേരളത്തിലാണ് കണ്ടുപിടിച്ചത്. കേരളത്തിലെ പാട്ടാണ് പായലേ വിട പൂപ്പലേ വിട. അപ്പോൾ മറക്കുമോ? പായലും പൂപ്പൽ ഫംഗസ്. അപ്പം പുതുതായിട്ട് കണ്ടുപിടിച്ച ഫംഗസ് സ്പീഷീസാണ് ട്രൈക്കോഗ്ലോസം ശ്യാം വിശ്വനാഥി എന്ന് പറയുന്നത്. ആരൊക്കെയാണ് ഈ പറയുന്ന ഈ ന്യൂ ഫംഗസ് സ്പീഷീസ് കണ്ടുപിടിച്ചത്? KFRI, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും, അതുപോലെ തന്നെ ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യ, പിന്നെ ഹൈദരാബാദ്, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. ഈ 3 ഗ്രൂപ്പ് ചേർന്നിട്ടാണ് നമ്മുടെ പുതിയ ഫംഗസ് സ്പീഷീസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ വേറെ പേരുണ്ട്. ട്രൈക്കോഗ്ലോസം ഈസ് ഓൾസോ നോൺ ആസ് ഹെയറി എർത്ത് ടങ്സ്. ഹെയറി എർത്ത് ടങ്സ്. ഓക്കെ, ഇങ്ങനെയും ഈ പറയുന്ന ട്രൈക്കോഗ്ലോസം അറിയപ്പെടാറുണ്ട്. ഹെയറി എർത്ത് ടങ്സ്. അതൊരു ഫംഗസ് സ്പീഷീസാണ് ഈ ട്രൈക്കോഗ്ലോസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി മറക്കത്തില്ലല്ലോ. ഇന്നത്തെ വേറെ ഏത് ന്യൂസ് പഠിച്ചാലും ഇത് മറക്കത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത് നോക്കാം. ഓസ്ട്രേലിയ വിൻസ് അണ്ടർ-19 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ബൈ ഡിഫീറ്റിംഗ് ഇന്ത്യ അറ്റ് ഫൈനൽസ്. ഓക്കെ, അറിയാലോ, അണ്ടർ-19 വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു, ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു. അതിൽ ജയിച്ചത് ഓസ്ട്രേലിയയാണ്. ഇന്ത്യ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനൽസിൽ. അപ്പോൾ ഇത് എവിടെ വെച്ചിട്ടാണ് ഈ പറയുന്ന അണ്ടർ-19 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. സൗത്ത് ആഫ്രിക്കയിലെ ബെനോനി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത്. അതിൻ്റെ വിജയി ഓസ്ട്രേലിയയാണ്. ഓക്കെ, 2 വർഷം കൂടുമ്പോഴാണ് നമ്മുടെ ഈ അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കുന്നത്. അതിൽ മെൻസിൻ്റെ കോമ്പറ്റീഷനായിരുന്നു, ആണുങ്ങളുടെ ആയിരുന്നു. അതിൽ ജയിച്ചിട്ടുള്ളത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ ഇന്ത്യ തോൽപ്പിച്ചിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ നേടിയിട്ടുള്ളത്. 15ാമത്തെ എഡിഷനായിരുന്നു. 15ാമത്തെ എഡിഷൻ നടന്നത് സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. ഓക്കെ, ഇന്ത്യക്ക് ഓൾറെഡി ഒരുപാട് പ്രാവശ്യം ഈ പറയുന്ന സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയല്ല, ഓസ്ട്രേലിയക്ക് ഇപ്പോൾ നിലവിൽ 4ാമത്തെ വട്ടമാണ് ഈ ICCയുടെ അണ്ടർ-19 മെൻസ് കപ്പ് കിട്ടുന്നത്. അത് ഏതൊക്കെ വർഷമാണ് SSCക്കാരും റെയിൽവേക്കാരും ഒക്കെ ഒന്ന് ഓർത്തിരുന്നാൽ നല്ലതാണ്. 1988, 2002, പിന്നെ അതുപോലെ തന്നെ 2010, ഈ 3 വർഷങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് 2024 അണ്ടർ-19 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പും കിട്ടിയിട്ടുള്ളത് ഓസ്ട്രേലിയക്കാണ്. ഓക്കെ, സൗത്ത് ആഫ്രിക്കയിലാണ് ഇത് നടന്നിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എഡിഷൻ ചോദിച്ചില്ലെങ്കിലും എഡിഷനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 15ാമത്തെ എഡിഷനാണ്. എവിടാണ് 2024 അണ്ടർ-19 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയിലെ ബെനോനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. ഓക്കെ, അടുത്തത് അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അത് ഫസ്റ്റ് എഡിഷൻ നടന്നിട്ടുള്ളത് 1988-ലായിരുന്നു. 1988-ൽ ഓസ്ട്രേലിയയിലായിരുന്നു ഇത് ആദ്യമായിട്ട് തുടങ്ങിയത്. അന്ന് അതിൻ്റെ പേര് അണ്ടർ-19 ക്രിക്കറ്റ് ക്ലബ്ബോ അല്ലെങ്കിൽ വേൾഡ് കപ്പോ അങ്ങനൊന്നും അല്ലായിരുന്നു. യൂത്ത് ക്രിക്കറ്റ് വേൾഡ് കപ്പ് എന്നായിരുന്നു 1988-ൽ ഫസ്റ്റ് എഡിഷൻ വന്നപ്പം. ഫസ്റ്റ് എഡിഷൻ വന്നത് ഓസ്ട്രേലിയയിലായിരുന്നു. യൂത്ത് ക്രിക്കറ്റ് വേൾഡ് കപ്പ് എന്നായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ അത് സെക്കൻഡ് എഡിഷൻ വന്നത് 1998-ലായിരുന്നു. ഓക്കെ, 1988 കഴിഞ്ഞിട്ട് പിന്നെ വന്നത് സെക്കൻഡ് എഡിഷൻ 1998-ലായിരുന്നു. അന്നേരമാണ് ICC അണ്ടർ-19 വേൾഡ് കപ്പ് ടൂർണമെൻറ്റ് എന്നുള്ള പേരാക്കിയിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് എഡിഷൻ 1988 ആയിരുന്നു. അതിനുശേഷം സെക്കൻഡ് എഡിഷൻ വന്നത് 1998-ലാണ്. ഓക്കെ, ഇന്ത്യക്ക് 5 പ്രാവശ്യം അണ്ടർ-19 മെൻസ് വേൾഡ് കപ്പ് കിട്ടിയിട്ടുണ്ട്. അത് ഏതൊക്കെ വർഷമായിരുന്നു? 2000 2008, 2012, 2018, 2022. ഓക്കെ, 5 പ്രാവശ്യം ഇന്ത്യക്ക് മോസ്റ്റ് സക്സസ്ഫുൾ ടീമും ഇന്ത്യ തന്നെയായിരുന്നു ഈ അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ. ഓക്കെ, ഓസ്ട്രേലിയക്ക് 4 വട്ടമാണ് ഈ വർഷത്തെയും കൂടെ ചേർത്ത്. ഇന്ത്യക്ക് ഓൾറെഡി 5 പ്രാവശ്യം ഈ പറയുന്ന അണ്ടർ-19 ക്രിക്കറ്റ് വേൾഡ് കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള സ്ട്രാറ്റജിക്ക്. ഓക്കെ, അപ്പം February 14th ന്യൂസാണ് നമ്മളിന്ന് കണ്ടത്.
എന്തൊക്കെയായിരുന്നു? സ്പോർട്സ് ന്യൂസ് കണ്ടായിരുന്നു, സയൻസ് ന്യൂസ് കണ്ടായിരുന്നു അല്ലേ? മറക്കുമോ? കേരളത്തിൻ്റെ കണ്ടുപിടിച്ചിട്ടുള്ള പുതിയ ഫംഗസ് സ്പീഷീസിൻ്റെ പേരായിരുന്നു ട്രൈക്കോഗ്ലോസം ഷ്യാം വിശ്വനാഥി എന്നായിരുന്നു അതിൻ്റെ പേര്. അത് മറക്കത്തില്ല. എനിക്കിടയിൽ ഒരു കോഡൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അതിന് മുന്നേ നമ്മൾ നോക്കിയത്? LICയുടെ ന്യൂസ് ആയിരുന്നു. LIC എന്തായിരുന്നു? SBI കാർഡിൽ LICയുടെ ഷെയർ കൂട്ടിയിട്ടുണ്ട്, 5.02% ആക്കി. നേരത്തെ 4.99% ഉള്ളായിരുന്നു. അതൊക്കെയായിരുന്നു LICയുടെ നേരത്തെ ഒരു ന്യൂസ് ആയിരുന്നു. LIC ഇൻഡിവിജ്വൽ ഇൻഷുറൻസ് പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരായിരുന്നു ഇൻഡെക്സ് പ്ലസ്. ഓക്കെ, അതിൻ്റെ കോഡ് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിന് മുന്നേ നോക്കിയത് എന്തായിരുന്നു? UPI സർവീസസ് ഇപ്പോൾ റീസെൻ്റായിട്ട് ശ്രീലങ്കയിലും മൗറീഷ്യസിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ചിലപ്പം ഇത് എവിടെയൊക്കെ കൊണ്ടുവന്നൊന്നും ആയിരിക്കത്തില്ല ചോദിക്കുന്നത്. മൗറീഷ്യയുടെ പ്രൈം മിനിസ്റ്റർ എന്താണ്? ആരാണ്? മൗറീഷ്യസിൻ്റെ പ്രൈം മിനിസ്റ്റർ ആരാണ്? ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആരാണ്? ഇതൊക്കെയാണ് ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ മൗറീഷ്യസിൻ്റെ പ്രൈം മിനിസ്റ്റർ പേര് കേട്ടാൽ നമുക്ക് ഇന്ത്യക്കാരനാണെന്ന് തോന്നും. എന്താണ്? പ്രവിന്ദ് കുമാർ ജുഗ്നൗത്ത്. ഓക്കെ, പ്രവിന്ദ് കുമാർ ജുഗ്നൗത്ത് എന്നായിരുന്നു മൗറീഷ്യസിൻ്റെ പ്രൈം മിനിസ്റ്ററിൻ്റെ പേര്. ഓക്കെ, NPCI UPI കണ്ടുപിടിച്ച വർഷം ഏതാണ്? 2016. ഓക്കെ, പിന്നെ നമ്മൾ ആസാമിൻ്റെ ഒരു ന്യൂസ് കണ്ടായിരുന്നു അല്ലേ? ആസാമിന് നമ്മൾ നേരത്തെ പഠിച്ചൊരു ന്യൂസ് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അസം മാല. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എന്തായിരുന്നു ഇന്ന് നമ്മൾ പഠിച്ച ആസാമിൻ്റെ ന്യൂസ്? എന്തായിരുന്നു? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കും കൂടെ ചേർന്നിട്ട് ഒരു 200 മില്യൺ USDയുടെ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അസമിലെ ഫ്രെറം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിന് വേണ്ടിയിട്ടായിരുന്നു. അവിടെ ഫ്ലഡ് റെസിസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി, എൻവയോൺമെൻ്റലി റെസിലിയൻ എൻവയോൺമെൻറ്റ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഫ്രെറം പ്രൊജക്റ്റ്. ഓക്കെ, പിന്നെ NESDയുടെ കാര്യം പഠിച്ചായിരുന്നു. പിന്നെ സ്വാതി, സയൻസ് ഫോർ വുമൺ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ എന്നായിരുന്നു സ്വാതിയുടെ പേര്. അതിന് മുന്നേ നമ്മൾ പഠിച്ച ന്യൂസ് ആയിരുന്നു സാരഥി. ഓക്കെ, സ്റ്റെമ്മിൻ്റെ ഫുൾ ഫോം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായിരുന്നു? സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ആൻഡ് മെഡിസിൻ ആയിരുന്നു സ്റ്റെമ്മിൻ്റെ ഫുൾ ഫോം. ഫെബ്രുവരി 11 പിന്നെ ഈ പറയുന്ന വിമൻസ് ഡേ, ഇൻ്റർനാഷണൽ വിമൻസ് ആൻഡ് ഗേൾസ് ഇൻ സയൻസ് ആ ഡേ എന്ന് പറയുന്നത് ഫെബ്രുവരി 11 ഫെബ്രുവരി 11 വേറൊരു ഡേയും കൂടെ ആയിരുന്നു, വേൾഡ് യുനാനി ഡേ അല്ലേ? എങ്ങനെയായിരുന്നു? കോഡൊക്കെ ഓർമ്മയുണ്ടല്ലോ. 11 എഴുതും, ആ ഒന്നും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ അത് U ആവും. അപ്പോൾ U for യുനാനി. ഓക്കെ, 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഇൻ്റർനാഷണൽ വിമൻസ് ആൻഡ് ഗേൾ ഇൻ സയൻസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആദ്യത്തെ ന്യൂസ് എന്തായിരുന്നു? മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും ഫിഫയും കൂടെ ചേർന്നിട്ട് ഫുട്ബോൾ ഫോർ സ്കൂൾ എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. യുനെസ്കോയും ഫിഫയും കൂടെ ചേർന്നിട്ടാണ് ഫുട്ബോൾ ഫോർ സ്കൂൾ എന്നുള്ള പ്രോഗ്രാം കൊണ്ടുവന്നത്. അത് ഇന്ത്യയിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും ഫിഫയും കൂടെ ചേർന്നിട്ടൊരു കൊളാബറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ധർമ്മേന്ദ്ര പ്രധാൻ 6848 ഫുട്ബോൾസ് ഇന്ത്യയിലെ പല സ്കൂൾസിലായിട്ട് ഒഡീഷയിലെ പല സ്കൂൾസിലായിട്ട് ആദ്യഘട്ടത്തിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫെബ്രുവരി 14 നമ്മൾ കണ്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സും. ഇനി അടുത്ത ദിവസത്തെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് പഠിച്ചതൊക്കെ ഒന്ന് ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണം നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾക്ക് സ്വയമേ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആദ്യം ഒരു 7-8 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് എനിക്കൊരു എൻകറേജ്മെൻറ്റ് കിട്ടുന്നത് പുതിയ കണ്ടൻറ്റ് കൊണ്ടുവരാനും, അല്ലെങ്കിൽ എനിക്കും നല്ല ന്യൂസസ് പറഞ്ഞു തരാൻ വേണ്ടി, പുതിയ കോഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എനിക്കും ഒരു പ്രചോദനമായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.